ഹായ് ഫ്രണ്ട്സ്, നിതിനാണ്. അപ്പോൾ ഈ പിക്ക് കണ്ടോ, ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ അപ്പം അന്നേരമാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ഫുൾ വീഡിയോ ഇതിനെക്കുറിച്ച് ഇടണമെന്ന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ബ്ലാക്ക് മൺഡേ, ബ്ലാക്ക് ഫ്രൈഡേ, അങ്ങനെ ഒരുപാട് ബ്ലാക്ക് മൺഡേയും ഫ്രൈഡേയും നമ്മുടെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അവർക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്തൂടെ കൂടുതൽ ലാഭം ഉണ്ടാകുന്നത്. സാധാരണക്കാരൻ സാലറിയിൽ നിന്നോ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ എവിടുന്നേലും കുറച്ച് പൈസ നമ്മൾ മിച്ചം പിടിച്ച് ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കും. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ പൈസ ഡെയിലി ഇപ്പോൾ നമ്മൾ പൈസ രാവിലെ തന്നെ ട്രേഡ് എടുക്കുന്നു. അത് രാവിലെ 9:00 എടുത്തു കഴിഞ്ഞാൽ 3:30 ആകുമ്പോൾ അത് സെല്ല് ചെയ്ത് നമ്മൾ മാറണം. അതാണ് ഇൻട്രാഡേ എടുത്തു കഴിഞ്ഞാൽ വിഷയം വെച്ച് കഴിഞ്ഞാൽ ലോസ് ആണെങ്കിൽ അന്ന് തന്നെ നമ്മുടെ പൈസ പോവും. സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എടുത്ത് നമ്മൾ ഒരു 1-2 ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് വിൽക്കുന്നതാണ് സ്വിംഗ് ട്രേഡ്. സ്വിംഗ് ട്രേഡ് എടുത്തുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ സെല്ല് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കാം. നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പൈസ ലാഭം കിട്ടുമ്പോൾ നമുക്ക് വിൽക്കാം, അഥവാ നഷ്ടമാണെങ്കിൽ നമുക്ക് സൗകര്യം പോലെ വിൽക്കുകയും ചെയ്യാം. അതാണ് സ്വിംഗ് ട്രേഡ്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ കൊറോണ സമയത്ത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും എല്ലാം ഇറങ്ങിയായിരുന്നു. ട്രേഡിങ്ങിന്റെ സവിശേഷതകളും ഗുണങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിറങ്ങിയായിരുന്നു. അവർക്കതൊരു ഉപജീവന മാർഗ്ഗമാണ്. ഇതിനെക്കുറിച്ച് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനകത്തോട്ട് വരും, അവരുടെ ചാനലിന് വിതകിച്ചു കൂടും, പൈസ കിട്ടും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് വ്യക്തമായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ ട്രേഡിങ്ങിലേക്ക്, ഈ ഫീൽഡിലേക്ക് വന്ന് ചാടി. അപ്പോൾ അങ്ങനെയുള്ളവർ അവരെ നിക്ഷേപിക്കാൻ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പാവപ്പെട്ടവർ ഈ സാലറി കിട്ടിയ പൈസയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത പൈസയോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും, അതൊക്കെയാണ് ഈ നിക്ഷേപിക്കുന്നത്. അങ്ങനെ നിക്ഷേപിക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഇപ്പോഴത്തെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ വെച്ചാൽ ട്രംപ് അവിടെ നിന്ന് തുമ്മാനിരിക്കുക താഴോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത് ബിയറിഷ് ആയിട്ട് പെട്ടെന്ന്, ബിയറിഷ് എന്ന് പറഞ്ഞാൽ നഷ്ടം വരിക, റെഡ് ലൈനാണ് ബിയറിഷ്. ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ മേലോട്ട് പോവുക, പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ് ബുള്ളിഷ്. അപ്പോൾ അങ്ങനെ ഇതുപോലൊരു ഇപ്പോൾ ഇന്നുണ്ടായ പോലെ ഒരു അവസ്ഥ ബിയറിഷ് ആകുവാണെങ്കിൽ ഈ ഇട്ടവരുടെ പൈസയൊക്കെ പോവാണ്. ഇപ്പോൾ ഒരു 50,000 രൂപ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഒലയുടെ സ്റ്റോക്ക് നേരത്തെ ഒരു 2-3 മാസം മുമ്പ് ഒരു സ്റ്റോക്കിന്റെ വില 100 ആയിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു സ്റ്റോക്കിന്റെ വില 49 ആയി. അപ്പോൾ ഒരു 50,000 രൂപ നിക്ഷേപിച്ച ആളുടെ പകുതി പൈസ അതിനകത്ത് പോയി. 25,000 ആണ് ഇപ്പൊ പുള്ളിയുടെ കറണ്ട് ഇത് പോർട്ട്ഫോളിയോക്കകത്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് ഇറങ്ങുക, ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസ പോകും. ഈ ബിയറിഷ് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം കണ്ട് ശീലിച്ച് വളർന്നു വന്ന ആളുകളുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബിയറിഷ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ കൊറോണ സമയത്ത് ഒരുപാടങ്ങ് ലോ ആയിരുന്നു നമ്മുടെ ഈ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ്. അത് ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെ മാത്രമല്ല വേൾഡ് വൈഡ് ലോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബുള്ളിഷ് ഒരു അപ്പ് മൂവ്മെന്റ് തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കണ്ട് ആ ടൈമിലാണ് യൂട്യൂബേഴ്സ് എല്ലാം അവരുടെ ഇൻഫ്ലുവൻസും ഒക്കെ കൊണ്ട് ഇതിനകത്ത് കയറിയ ആളുകൾ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് മേളിലോട്ട് പോകുമായിരിക്കുമെന്ന്. ഏത് പോക്കാണെങ്കിലും ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് സന്തുലിതമാവുമല്ലോ, ഒരു നോർമൽ കണ്ടീഷൻ ആവുമല്ലോ. ആ കണ്ടീഷനാണ് ഇടക്കാലം കൊണ്ടായത്, കൊറോണ കഴിഞ്ഞാൽ പിന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരെ നഷ്ടങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴോട്ട് പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും മേളോട്ട് തന്നെ പോകത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് നഷ്ടം വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ചാടി പൈസ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാതെ നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക, മാർക്കറ്റ് അനലൈസ് ചെയ്യുക, എപ്പോഴൊക്കെയാണ് താഴുന്നത്, എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങൾ മാർക്കറ്റിനെ ബാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ പൈസ പോവും, മാനസിക ബുദ്ധിമുട്ട്, വിഷമം, ടെൻഷൻ, ഡിപ്രഷൻ, അങ്ങനെ പല പല മാനസികാവസ്ഥയിലേക്ക് ആളുകൾ പോവും. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കുക. നമുക്ക് തന്നെ അറിയാമല്ലോ ഏതാ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുക. അമിതമായിട്ട് ഒരു സ്റ്റോക്കിനെ പ്രോത്സാഹിപ്പിക്കുമോ? ഇപ്പം ഹർഷാത് മേത്തയുടെ കാര്യം അറിയാമല്ലോ, ഒരു സ്റ്റോക്ക് തന്നെ പമ്പ് ചെയ്ത് മണി കയറ്റി പുള്ളിക്കാരൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. പുള്ളി ജയിലിലായി, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു, വമ്പൻ ക്രാഷായി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും പല പല വൻകിട പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ ആ കരയ്ക്ക് എവിടെയിരുന്ന് ചെറിയ രീതിയിൽ മീൻ പിടിക്കുക. അത് നാടൻ ഭാഷ പറഞ്ഞാൽ നമ്മൾ ആ കരയ്ക്കിരുന്ന് എവിടെയിരുന്ന് മീൻ പിടിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക. അല്ല ചെറിയ ലാഭം നമ്മൾ അതിനെ തിറക്കി കുറച്ച് ലാഭം കിട്ടിയെങ്കിൽ ലക്ഷങ്ങളും എല്ലാം കടമെടുത്തവരും കൊണ്ടുപോയിടാമെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യുക. 100 പേരെടുത്താൽ അതിൽ 5% പേർക്ക് മാത്രമേ ഇതിനകത്ത് ലാഭം കിട്ടുന്നുള്ളൂ. അപ്പം വ്യക്തമായ രീതിയിൽ പഠിക്കുക, മാർക്കറ്റ് അനലൈസ് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിലേക്ക് ഈ അറിവൊന്നും എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.